ഇറാനിൽ അതിശക്തമായ ആക്രമണം പുനരാരംഭിച്ച അമേരിക്ക. ട്രബിസ്, സിറിക് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും ശക്തമാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, അതായത് സമാധാനം വീണ്ടും അകന്നു പോകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു, സമാധാന ധാരണയില്ലെങ്കിൽ സൈനിക നടപടി കടുപ്പിക്കുമെന്നത്. എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്, അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പറയൂ ഐസൺ, എന്താണ് ഇപ്പോൾ സ്ഥിതിഗതികൾ? രാഖി, ഇപ്പോൾ ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുക എന്ന് നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ട്രംപ് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആക്രമണം തുടരാനുള്ള സാധ്യതയുണ്ട്, അത് അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് കൃത്യമായി അറിയിക്കുകയും അത് അതിശക്തമായതും വിശാലമായതുമായ ആക്രമണമായിരിക്കുമെന്നും ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടെ ആക്രമണം നടന്നതായി US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ടെബ്രീസിലും അതുപോലെ തന്നെ സിറിക്കിലുമെല്ലാം തന്നെ അതിശക്തമായ ആക്രമണമാണ് നടന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ US സെൻട്രൽ കമാൻഡ് ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ US സെൻട്രൽ കമാൻഡ് വഴി നടപ്പാക്കുന്ന ഹോർമൂസിലെ ഇറാൻ കപ്പലുകൾക്കുള്ള ഇറാനിലെ പോർട്ടുകൾക്കുള്ള ഉപരോധം ശക്തമായി നടപ്പാക്കുകയാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 20ഓളം കപ്പലുകൾ തിരിച്ചയച്ചുവെന്നും 2 കപ്പലുകൾ യാത്ര തുടരാനാവാത്ത വിധം നിശ്ചലമാക്കിയിട്ടുണ്ട്. 2 കപ്പലുകൾക്ക് നേരെ സൈനിക നടപടി, അതായത് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ചില സൈനിക നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. അതായത് 24ഓളം കപ്പലുകൾ ഇറാൻ പോർട്ടിലേക്ക് എത്തുന്നത് തടയുന്നൊരു നീക്കമുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശക്തമായ ആക്രമണം നടക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജോർദാനിലേക്ക് ഇറാൻ്റെ ആക്രമണം ഇന്നലെ നടന്നിരുന്നു. ജോർദാനിലേക്ക് നടന്നിരുന്നു. ആ ജോർദാനിലേക്ക് നടന്ന ആക്രമണത്തിന് പിന്നാലെ വലിയ തോതിൽ USൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ അത് വലിയ ക്ഷതമുണ്ടാക്കുന്ന നീക്കങ്ങളുണ്ടായപ്പോൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അറിയിക്കുകയും ഇന്നലെ രാവിലെ തന്നെ സൗദി അറേബ്യയുടെ പിന്തുണയോടെ IRGCയെ പിന്തുണയ്ക്കുന്ന ഇറാഖിലെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. സൗദി അറേബ്യയും അമേരിക്കയുമായി ചേർന്നാണ് IRGC നേതൃത്വം നൽകുന്ന ഇറാഖിലെ ചില സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയത്. ഇന്ന് വീണ്ടും ഇറാനിലെ, അതായത് ആക്രമണത്തിൻ്റെ തുടർച്ച ഇന്ന് നടക്കുകയായിരുന്നു. ഇന്നലെ ട്രംപ് സൂചിപ്പിച്ചതുപോലുള്ള അതിശക്തമായ ആക്രമണം തന്നെയാണ് നടന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാഖി, ശരി. എന്തായാലും ഇറാനിൽ സൈനിക നടപടി കടുപ്പിക്കുകയാണ് US. നിലവിൽ താൽക്കാലികമായി സൈനിക നടപടി നിർത്തിവച്ചിരിക്കുകയാണ് എന്നുകൂടി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.